പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. ഇപ്പോൾ പല ആളുകൾക്കും കരിപ്പൂർ വിമാനം ഇറങ്ങുന്ന ആളുകൾക്ക് കോഴിക്കോട് അത് ഒരുവിധം എയർപോർട്ടുകളിലൊക്കെ ഉണ്ട് ഈ സംഭവ വികാസങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കേരളത്തിൽ കോഴിക്കോട് പോലെയുള്ളൊരു എയർപോർട്ടിൽ ഈ വിദേശത്തു നിന്നും വരുന്ന ഗൾഫിൽ നിന്നും വരുന്ന പാവം പ്രവാസികളുടെ ഈ പെട്ടി മാന്തി പൊളിച്ച് അതിൽ നിന്നും മോഷണം നടത്തുന്ന സംഭവങ്ങൾ നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് ചില ആളുകൾക്ക് പെട്ടി തന്നെ നഷ്ടപ്പെടാറുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ ദുബൈയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇതുകൂടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് മലയാളികളോട് അത്രക്കും ഇഷ്ടമാണ്. മലയാളികളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ ജീവനാണ്. എപ്പോഴും പറയാറുണ്ടായിരുന്നു, എനിക്ക് കേരളം സന്ദർശിക്കണം, കുടുംബസമേതം ഒന്ന് സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ നാട്ടിലായിരുന്നു. ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഭാര്യയും മകനും അവിടുന്ന് വന്നു. ഞാൻ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം വെളിയിലിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ആകെ ഒരു ടെൻഷൻ അടിച്ച മുഖമായിരുന്നു. ഒരു വലിയൊരു ചിരിയൊന്നും കണ്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടിയുടെ 4 ഭാഗം 1, 2, 3 ഭാഗങ്ങളിലായിട്ട് കത്തികൊണ്ട് കീറി പൊളിച്ച് മോഷണ ശ്രമം തന്നെയാണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ എന്തെങ്കിലും പോയിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹം പറഞ്ഞ് എനിക്ക് അറിയില്ല. കാരണം അവിടെ നമ്മൾ സാധാരണ പെട്ടി പാക്ക് ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പലതും എടുത്തിടാറുണ്ടല്ലോ. ഇനിയിപ്പോൾ അതിന് 1 2 സാധനങ്ങൾ കുറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞോളൊന്നുമില്ല. ബട്ട് എനിഹൗ ഇത് പെട്ടി ആകെ വളരെ വൃത്തികേടാക്കുന്ന രീതിയിൽ അത് കീറിപ്പൊളിച്ചേക്കാണ്. അതും അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള പെട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനൊരു പരിഹാരം കാണണ്ടേ. കാരണം ഇത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ എസ് ഐൻ്റെ അടുത്ത് പരാതി ബോധിപ്പിച്ചു, എഴുതി കൊടുത്തു. ഞാൻ അദ്ദേഹത്തെ ഹോട്ടലിലാക്കി കൊടുത്തതിന് ശേഷം, കോഴിക്കോട് ഒരു ഹോട്ടലിലാക്കി കൊടുത്തതിന് ശേഷം ഞാനാ പോയത് പരാതി കൊടുക്കാൻ. പരാതി അവർ സ്വീകരിച്ചു. പക്ഷെ അവർ പറഞ്ഞ് പിന്നെ അവിടുത്തെ CA വിളിച്ച് പറയുകയും ചെയ്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഈ പെട്ടി കീറുന്ന ഈ കലാപരിപാടി അവർ നടത്തുന്നത് ഈ പെട്ടി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതിന് ശേഷമല്ല. ആ ക്യാബിൻ ഉണ്ടല്ലോ, ലഗേജുകൾ വെക്കുന്ന താഴെ തട്ടിലുള്ള ആ ക്യാബിൻ, അവിടേക്ക് കയറുമല്ലോ അവർ പെട്ടി മാറ്റാൻ വേണ്ടിയിട്ട്. ആ ഒരു ഞൊടിയുടെ സമയം കൊണ്ടാണ്, ആ ഒരു മിനിറ്റുകൾ മാത്രമുള്ള ആ ഒരു സമയം കൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു 1 2 3 ആളുകളുടെ അറിവോട് കൂടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്താ ഇപ്പോൾ പറയുക, അത് എത്ര ആളുകൾ ഇതെങ്ങനെ എടുക്കുന്നുണ്ടാവും. പല ആളുകളും അത് പോണാട്ട് പോട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഫയൽ കിടക്കുകയാണ്. ഞാനവിടെ സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ